സഖ്യകക്ഷികളെ തേടി BJP NDA വിഭാഗം അലഞ്ഞു നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകളെ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ആളുകളെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭീഷണിയും മറ്റു കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്ന ഈ സന്ദർഭത്തിൽ മോഡിയുടെ ഗ്യാരണ്ടിയും അതായിരുന്നു വലിയ പ്രചാരവേല. ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതോടെ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് BJP നേതൃത്വം തന്നെ ചെയ്യുന്നത്. ഇത്തരം വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. വടകര ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വർഗീയതയ്ക്കെതിരായി പൊരുതുന്ന ശക്തികൾക്കെതിരായിട്ടാണ് ധ്രുവീകരണത്തിന് BJPയും സംഘപരിവാരും ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലയാണ് വടകര പോലെയുള്ള മേഖലയിൽ കാണുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മതസൗഹാർദ്ദം നിലനിർത്താനും വർഗീയ ധ്രുവീകരണത്തിന് നടത്തുന്ന ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ തുറന്നു കാണിക്കാനും ആവശ്യമായ നീക്കം അത്തരം മേഖലയിൽ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയത് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി തന്നെയാണ്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും പൂർത്തിയാകുന്നതിന് മുമ്പ് സംഘടിപ്പിച്ചതും ഈ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നിട്ടും രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് പച്ചയായ വർഗീയ പ്രചാരണവുമായി മോഡി തന്നെ പരസ്യമായി രംഗത്ത് വന്നു. ഹിന്ദുക്കൾ സ്വരൂപിക്കുന്ന സമ്പത്ത് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗത്തിൻ്റെ പരാമർശത്തോടെ മുസ്ലിങ്ങൾ അതെല്ലാം വീതിച്ചു കൊടുക്കാനാണ് പോകുന്നത് എന്ന സ്പിരിറ്റിൽ ഏതെങ്കിലും രാജസ്ഥാനിലൊരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല തുടർച്ചയായിട്ട് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തെ അപമാനിക്കാൻ എന്തെല്ലാം സാധ്യതകളാണോ ഉള്ളത് അത് ഈ BJP സംഘപരിവാർ വിഭാഗം വളരെ ശക്തിയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്ര വരുമാനത്തിൻ്റെ 98.2% മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും ചാനൽ ചർച്ചയിൽ BJPയുടെ വക്താവ് സഞ്ജു വർമ്മ, അയാൾ ദേശീയ വക്താവാണ്, വളരെ വ്യക്തതയോടുകൂടി സാധാരണ എല്ലാം നടക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ്. 98.2% ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഈ പങ്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് കള്ള പ്രചാരവേല നടത്തുന്നു. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം 5 ദേവസ്വം ബോർഡുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു പൈസയും ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നില്ല. ദേവസ്വം ബോർഡുകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്ന നിലയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് കേരളത്തിൽ BJPക്കാർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ക്ഷേത്ര ഭരണങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം ഗവൺമെൻറ് ഖജനാവിലേക്ക് എടുക്കുന്നു എന്നാണ്. അപ്പോൾ ഗവൺമെൻറ് ഖജനാവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ശബരിമല ഉൾപ്പെടെയുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണം ഗവൺമെൻറ് ഓരോ വർഷവും
ക്ഷേത്ര ഉത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് വേണ്ടി കൂടുതൽ ചിലവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോഴാണ് ഈ സഞ്ജു വർമ്മ പറയുന്നത് 3578 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഭരിക്കുകയാണ്. അതിൽ 590 കോടി രൂപയുടെ വരുമാനമുണ്ട്. ഈ വരുമാനത്തിൻ്റെ 98.2% ഹിന്ദുക്കൾക്ക് നൽകാതെ മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് എന്ന് മാത്രമല്ല, ഹിന്ദു സ്ത്രീകളാണ് ഈ ക്ഷേത്രങ്ങളിലുള്ള വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്നത്. അവരുടെ മാല, അവരുടെ വരുമാനം, വള, താലിമാല ഒക്കെയാണ് നൽകുന്നത്. അപ്പോൾ മോഡി പറഞ്ഞതിനെ ശരിയായ രീതിയിൽ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ അനുഭവം വെച്ച് വിശദീകരിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത്രയും പണം 98.2%, അതും അവർ പറയുന്നത് 590 കോടിയോളം വരുമാനമുള്ളത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ളപ്രചരണമാണ്. കള്ളപ്രചരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള വസ്തുതയില്ലാതെ വെറുതെ കെട്ടിപ്പൊക്കി ഒരു കളവുണ്ടാക്കുക, ആ കളവ് വ്യാപകമായി പ്രചരിപ്പിക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണുന്നത്.